85 വർഷം നീണ്ടതാണ് വി എസിന്റെ പൊതുജീവിതം. അതാണ് പറഞ്ഞത്. 40കളിലാണ് വി എസിന് പാർട്ടി അംഗത്വം കിട്ടുന്നത്. പാർട്ടി അംഗത്വം അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന കാലമല്ല അത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലേക്ക് ആശയപരമായും ജീവനും ജീവിതവും എഴുതിച്ചേർത്തവർക്ക് മാത്രം അധികാരം പോലീസിന്റെ ലാത്തിയുമായി കാവൽ നിന്ന കാലത്ത് ഒറ്റുകൊടുക്കില്ല എന്നുറപ്പുള്ളവന് മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സറിഞ്ഞു കൊടുത്ത ഒന്നാണ് അന്ന് പാർട്ടി അംഗത്വം. 40ൽ വി എസിന് പാർട്ടി അംഗത്വം. 85 വർഷങ്ങൾ അദ്ദേഹത്തിന്റെ പൊതുജീവിതം. 48 വർഷമാണ് സംഘടനാ രംഗത്തുണ്ടായത്. വി എസിന്റെ സംഘാടന മികവ് കൊണ്ടാണ് അദ്ദേഹത്തെ സഖാവ് പി കൃഷ്ണപിള്ള തിരിച്ചറിഞ്ഞത്. വി എസിന് സ്വരം കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന ബോധ്യത്തിലാണ് സഖാക്കന്മാർ അദ്ദേഹത്തെ വലിയ ചുമതലകൾ ഏൽപ്പിച്ചത്. പ്രായമായിരുന്നില്ല അന്ന് പരിഗണനാ വിഷയം. 35 വർഷമാണ് അദ്ദേഹം പാർലമെന്ററി രംഗത്തുണ്ടായിരുന്നത്. 11 വർഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി, 23 വർഷം പോളിറ്റ് ബ്യൂറോ അംഗം. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് വി എസ് അനിതരസാധാരണമായ നടപടികൾക്ക് വിധേയനായി തിരിച്ചിറങ്ങി. പിന്നീടൊരു പോക്കുണ്ടായില്ല. പക്ഷേ വി എസ് അച്യുതാനന്ദൻ എന്നത് കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ചരിത്രത്തിൽ, എന്തിന് ദേശീയ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും ഉന്നതിയിൽ മലയാളികളുടെ മനസ്സിൽ, കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളുടെ മനസ്സിൽ, കമ്മ്യൂണിസ്റ്റ് ആശയം അടിത്തറയാണ് എന്ന് കരുതുന്ന മനുഷ്യരുടെ മനസ്സിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം നേടിയെടുത്തിട്ടുണ്ട്. ഏതു കാലത്തേക്കും തല നരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തല നരക്കാത്തതല്ല എന്റെ യുവത്വവും. കുടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തല കുനിക്കാത്തതാണ് എന്റെ യൗവനം. തല കുനിക്കാത്തതാണ് എന്റെ യൗവനം. ആലപ്പുഴയിലെ സംഘടനാ രംഗത്തേക്ക് എത്തിയ വി എസ് അച്യുതാനന്ദൻ ഒരൊറ്റ വർഷം കൊണ്ടാണ് തൊഴിലാളി യൂണിയൻ നേതാവായി മാറിയത്. പാറപ്പുറം സമ്മേളനത്തിന് ശേഷം പാർട്ടി കെട്ടിപ്പടുക്കാൻ പോകുന്ന കേഡർമാരെ തിരഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വീണു കിട്ടിയ മുത്ത് എന്നു തന്നെ പറയാൻ കഴിയുന്നതാണ് വി എസ് അച്യുതാനന്ദൻ. 17ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് പാർട്ടി അംഗത്വം കിട്ടുന്നത്. 7ാം ക്ലാസ് വരെയാണ് വി എസ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ വിപുലമായ വായനകൾ സ്വന്തമാക്കിയ കാലം കൂടിയാണ് വി എസിന് ആലപ്പുഴ അടക്കമുള്ള മേഖലകളിൽ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെതായി ഉണ്ടായിരുന്ന കാലത്ത് സ്വന്തമായത്. മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. രാത്രി മാത്രമാണ് പുറത്തിറങ്ങാൻ കഴിയുന്നത്. പകൽ മുഴുവനും ഓരോ കുടിലുകളുടെ മേൽപ്പുരകളിൽ, കച്ചികൾക്കിടയിൽ, കച്ചിക്കൂടിനിടയിൽ ഒക്കെ ഒളിഞ്ഞിരിക്കേണ്ടതായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ സമയത്തെല്ലാം അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നത് വായനയാണ്, പുസ്തകങ്ങളാണ്. അങ്ങനെ വായിച്ചും മനുഷ്യനെ കണ്ടും മനുഷ്യനിടയിൽ ഇറങ്ങിച്ചെന്നുമാണ് അദ്ദേഹം ജീവിതത്തിന്റെ വലിയ വലിയ അധ്യായങ്ങൾ സ്വന്തമാക്കിയത്.